ലേബർ റൂം അടച്ചു പൂട്ടിക്കിടക്കുന്നു. അതൊരു മുറി അടച്ചിടുന്നു എന്ന് പറയുന്നത് പോലെയാണോ? ഒരു ദിവസം 10ഉം 20ഉം ഡെലിവറി നടന്നിരുന്ന ഒരു പ്രദേശം ഇന്ന് പൂർണ്ണമായും ശൂന്യമായി കിടക്കുന്നു. കേട്ടാ സഹിക്കാൻ പറ്റുമോ നമുക്ക്? ഇവിടെ സിസേറിയൻ നടന്നിട്ടുണ്ട്, പലതരം ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ട് സ്ത്രീകളുടെ. അതുമായി ബന്ധപ്പെട്ട ഗൈനക്കോളജിസ്റ്റ് അവരുമായി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അനേകതരം ചികിത്സകൾ വേണം. ഒരു പ്രസവം മാത്രമല്ല, നമുക്കറിയാം, ഒരു പ്രസവം മാത്രമല്ല, ഒരു സിസേറിയൻ മാത്രമല്ല, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പലതരമായ രോഗങ്ങളുടെ ചികിത്സ ലഭ്യമായിരുന്ന ഒരാശുപത്രിയാണ്. നല്ല നല്ല മിടുക്കന്മാരായ ഡോക്ടർമാർ കൈകാര്യം ചെയ്തിട്ടുള്ള സംവിധാനങ്ങളാണ് എന്ന് നമുക്കറിയാം. ഇന്ന് അവിടെ പൂച്ച പെറ്റി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ, പൂച്ചയ്ക്ക് പ്രസവിക്കാൻ ഒരു ഡോക്ടറുടെ സഹായം വേണ്ടല്ലോ, പൂച്ചയ്ക്ക് പ്രസവിക്കാൻ ലേബർ റൂം വേണ്ടല്ലോ. പക്ഷെ അങ്കമാലി താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത്, അവിടുത്തെ ലേബർ റൂം എന്ന് പറയുന്നത്, ഇവിടുത്തെ സ്ത്രീകളല്ല പ്രസവിച്ചു കിടക്കുന്നത്, പൂച്ചയും പട്ടിയും പ്രസവിച്ചു കിടക്കുന്നു, പെറ്റുകിടക്കുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട നഗരസഭ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഭരണസമിതി, ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷെ കഴിഞ്ഞ ഭരണസമിതി അധികാരമൊഴിഞ്ഞ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ ഇന്നത്തെ ഭരണസമിതി ഈ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാത്തവരായി മാറിയ കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അങ്കമാലി നഗരസഭയുടെ കോൺഗ്രസിന്റെ ഇന്നത്തെ ഭരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ആ വ്യക്തിക്ക് വേണ്ടിയുള്ള ഭരണമായി കോൺഗ്രസ് പാർട്ടി ഇന്ന് കൊടുത്തിരിക്കുകയാണ്.